ഓക്കെ, ഇത് 2024 CHSL ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറയുന്നത് രണ്ട് സർക്കിളുണ്ട്. ആ സർക്കിളിൻ്റെ സെൻറ്റേഴ്സ് എമ്മും എന്നും ആണ്. റേഡിയസ് 5ഉം 8ഉമാണ് റെസ്പെക്റ്റീവ്ലി. ദെൻ സർക്കിൾ ടച്ച് ചെയ്യുന്നു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ടിയിൽ. ഓക്കെ, ഒരു ലൈൻ PR വരയ്ക്കുവാണ്. അത് MTA ഇതിലൂടെ പാസ് ചെയ്യും. ഓക്കെ, P എന്ന് പറയുന്ന പോയിന്റ് എമ്മിന് ക്ലോസറാണ്. അതുപോലെ തന്നെ പിന്ന് ഒരു ടാൻജന്റ് വരയ്ക്കുവാണെങ്കിൽ PQൻ്റെ ലെങ്ത് 12ആണ്. അത് M സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൽ ടച്ച് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റ് R എന്ന് പറയുന്നത് N എന്ന് പറയുന്ന സെൻറ്ററുള്ള സർക്കിളിനടുത്താണ്. RS എന്ന് പറയുന്നത് N സെൻറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ ടാൻജന്റ് ആണ്. ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു ജസ്റ്റ് ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഓൾമോസ്റ്റ് ഇങ്ങനെ വരും. ഓക്കെ, രണ്ട് സർക്കിൾ ടച്ച് ചെയ്തു. ദെൻ നമുക്ക് അതിൻ്റെ സെൻറ്റർ എടുക്കണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ. ഞാൻ M എന്ന് പറഞ്ഞെടുത്തു. ഇത് സെക്കൻഡ് സർക്കിളിൻ്റെ സെൻറ്റർ N എന്ന് പറഞ്ഞെടുത്തു. ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ടി ആണ്. ഇനി പറഞ്ഞിരിക്കുന്ന ഒരു ലൈൻ വരയ്ക്കുവാണ്. ആ ലൈൻ ആണെങ്കിൽ M, N, T ഇതിലെല്ലാം കൂടി പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ P ക്ലോസർ ടു M എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ R ക്ലോസർ ടു N എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുന്നു. ഓക്കെ, ഇവിടെയും ടാൻജന്റ് വരയ്ക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ ലെങ്ത് പറഞ്ഞിരിക്കുന്നത് PQ. ഇത് Q ആണ്. ഇത് 12. ഇത് S ആണ്. ഇത് 15. ഓക്കെ, ദെൻ ഇതിൻ്റെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട് 8ആണെന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ റേഡിയസ് പറഞ്ഞിട്ടുണ്ട് 5ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നമുക്കറിയാവുന്ന കാര്യം, ഒരു സർക്കിള് അതിൻ്റെ എക്സ്റ്റേണൽ പോയിന്റ് എന്നൊരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഇവിടെ ഒരു സീക്വൻ്റ് ഉണ്ടെങ്കിൽ, ഇത് T ആണ്, ഇത് എയും ബിയും ആണ് എങ്കിൽ PT² എന്ന് പറയുന്നത് PA ഇൻറ്റു PB, അതായത് സർക്കിളിൽ ടച്ച് ചെയ്യുന്ന രണ്ട് പോയിന്റുകൾ ആണെന്ന് നമുക്കറിയാം. അതായത് P തൊട്ട് A വരെ, ദെൻ P തൊട്ട് B വരെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സർക്കിൾ എടുത്തു. അതിൽ ഞാൻ ഈ ഒരു ലെങ്ത് എക്സ് എന്ന് എടുത്തു. ഈ ഒരു ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെ. ഓക്കെ, ദെൻ സെയിം ഫോർമുല നമുക്കിവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 12ൻ്റെ സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത്. നമുക്ക് വേണ്ടത് അടുത്തത് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെ 2 5 കൂട്ടും. അതായത് x+10 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട കേസ്, ഒന്നെങ്കിൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയിട്ട് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ 144ൻ്റെ ഫാക്ടറുകൾ, അതിൽ ഒരു നമ്പർ മറ്റേതിനേക്കാളും 10 കൂടുതലായിട്ടുള്ള ഫാക്ടർ. ഓക്കെ, നമുക്കറിയാം 8 × 18 144ആണ്. 144ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്താന്ന് പറഞ്ഞു കിട്ടും? 8 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ഇനി അടുത്ത കേസിൽ ഇത് ഞാൻ y ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും 15ൻ്റെ സ്ക്വയർ 225 എന്ന് പറയുന്നത് y ഇൻറ്റു, ഇവിടെ നോക്കുവാണെങ്കിൽ ഇത് 8ഉം 8ഉമാണ്, y+16 ആണ്. ഓക്കെ, ദെൻ നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യണം. ഓക്കെ,
നമുക്കിതിനെ 5 × 5 × 3 × 3 എന്ന് എഴുതാം വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് 25 × 9 എന്ന് പറയുന്നത് 225ആണ്. അല്ലെങ്കിൽ 225നെ ഒരു നമ്പരും അതിനേക്കാളും 16 കൂടുതലുള്ള ഒരു നമ്പറിൻ്റെ ഫാക്ടറായിട്ട് മാറ്റുക. അല്ലെങ്കിൽ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താലും മതി. ഓക്കെ, ദെൻ നമ്പേഴ്സ് അറിയാമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞാൽ 9 എടുത്തു കഴിഞ്ഞാൽ 9 + 16 ആണ് 25. സോ ഇത് ഓക്കെയാണ്. അങ്ങനെയാണെങ്കിൽ ൻ്റെ വാല്യൂ 9 ആണ്. ൻ്റെ വാല്യൂ 9 ആണ്. ഓക്കെ, നമുക്കിനി ചോദിച്ചിരിക്കുന്നത് PR-ൻ്റെ ലെങ്ത് ആണ്, P തൊട്ട് R വരെ. ഇവിടെ ഒരു 10, ഇവിടെ ഒരു 10 ഉണ്ട്, ഇവിടെ ഒരു 16 ഉണ്ട്, പിന്നെ ഒരു 9 ഉണ്ട്, പിന്നെ ഒരു 8 ഉണ്ട്. ഓക്കെ, 9 ഉണ്ട്, 8 ഉണ്ട്, 9 × 17. ഓക്കെ, 3 7 6 13, 43 ആയിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത്. ഇത് CHSL 2024 ലേറ്റസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു.